ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2023. നമ്മളുടെ ഓണപരീക്ഷയ്ക്ക് 2023 നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നും നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ 2019, 2022, 2023 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ വൈസ്. അതൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓണപരീക്ഷ വിജയിക്കണം. ഓക്കെ, അപ്പം നമുക്ക് 2023 ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ഈ 3, 4 എന്ന് പറയുന്ന ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റത്തെ 2 ചാപ്റ്ററിൽ നിന്നാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ പാഠഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. In the figure, small squares of equal size are drawn and shaded in a larger square. ചിത്രത്തിൽ വലിയ സമചതുരത്തിൽ തുല്യ വലിപ്പമുള്ള ചെറിയ സമചതുരങ്ങൾ വരച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. How many squares can be drawn in this large square with the same size as that of the small square, including the shaded square? ചെറിയ സമചതുരത്തിന്റെ വലിപ്പമുള്ള എത്ര സമചതുരങ്ങൾ ഈ വലിയ സമചതുരത്തിനുള്ളിൽ വരയ്ക്കാൻ കഴിയും, ഷെയ്ഡ് ചെയ്ത സമചതുരം ഉൾപ്പെടെ? If we put a dot in this figure without looking into it, what is the probability that the dot would be within the shaded part? അപ്പോൾ നോക്കാം. നമുക്ക് നമ്മളിവിടെ പറഞ്ഞത് പ്രകാരം ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്വയറുകൾ വരച്ചിട്ടുണ്ട്. ആദ്യം ഇതിനുള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ്. നമുക്കിതിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം, എത്ര എണ്ണം കിട്ടും എന്നുള്ളത്. കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ യോജിപ്പിച്ച് നോക്കിയേ. എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യതയല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. 3/9 അതിനെ ചെറുതാക്കുമ്പോൾ 1/3. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. നമ്പേഴ്സ് ഫ്രം 1 to 10 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പേഴ്സ് ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. A slip is to be drawn from it. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഓരോന്നും ഓരോ പേപ്പർ കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. അതിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? ഒരു അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3? 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത എത്രയാണ്? എ സ്ലിപ്പ് നമ്പേർഡ് 11 ഈസ് ഓൾസോ പുട്ട് ഇൻ ദിസ് ബോക്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഈ പെട്ടിയിലേക്ക് 11 എന്ന് എഴുതിയ ഒരു പേപ്പർ കഷ്ണം കൂടി ഇട്ടു. ഇപ്പോൾ പെട്ടിയിൽ നിന്നും ഒരു ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ, അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞത് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. നോക്കിയ മക്കളെ, 1 മുതൽ 10 വരെയുള്ള നമ്പറാണ്. അപ്പൊ ടോട്ടൽ 10 നമ്പർ ഉണ്ട്. അതിലെ പ്രൈം നമ്പർ വരുന്നത് ഏതൊക്കെയാ? 2, 3, 5, 7. ഇതാണ് പ്രൈം നമ്പേഴ്സ് 10ന്റെ താഴെയുള്ളത്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ആ സംഖ്യകളെ 1 ഇൻറ്റു ആ സംഖ്യ വെച്ച് മാത്രമേ നമുക്ക് ഗുണിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ 2, 3, 4 ഇതിലില്ല. 4ന് 1 ഇൻറ്റു 4 മാത്രമല്ല 2 ഇൻറ്റു 2 പറ്റും. അതുകൊണ്ടാണ് 4 ഇതിലില്ലാത്തത്. 6 ഇതിലില്ല. 6ന് 2 ഇൻറ്റു 3 പറ്റും. 9 ഇല്ല. 8 9ന് 3 ഇൻറ്റു 3 പറ്റും. 8 ഇല്ലാത്തത് 2 ഇൻറ്റു 4 പറ്റും. 1 ഇൻറ്റു ഈ നമ്പർ മാത്രമേ എന്തുള്ളൂ, ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ എത്ര പ്രൈം നമ്പർ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ആകെ എത്ര നമ്പർ ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി എന്ത് വരും? 4/10. അത് രണ്ടും ഈവൺ നമ്പർ ആണല്ലോ. 2നെ നമുക്കൊന്ന് ചെറുതാക്കാം. 4ന്റെ പകുതി 2, 10ന്റെ പകുതി 5. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3? 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത ചോദിച്ചു. 3ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1 3 3, 2 3 6, 3 9. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആകെ എത്ര നമ്പറാണ്? 1 മുതൽ 10 വരെ 10 നമ്പർ അല്ലേ. അപ്പൊ 3/10. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല നമ്പർ ഉണ്ട്? അതായത് 3നെയും 10നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്? 3/10 തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 11 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ വരാൻ ചാൻസ് ഉള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ? 1, 3, 5, 7, 9, 11. എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 11 കൂടി ഇടുമ്പോൾ 10 നമ്പർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിലേക്ക് 11 കൂടി ഇടുമ്പോൾ എത്രയായി?
11 നമ്പറായി ഇല്ലേ? അപ്പൊ 6/11 എത്ര വരിക? 6/11 വരും. ഓക്കെ. Then അടുത്ത ചോദ്യം, a box contains 27 beads of a color red and green. If you take one bead without looking in it, the chance of it being green bead is 1/3. Then ഒരു പെട്ടിയിൽ പച്ചയും ചുവപ്പും നിറത്തിലുള്ള 27 മുത്തുകളുണ്ട്. ഇതിൽ നിന്നും ഒരു മുത്തെടുത്താൽ അത് പച്ചയാവാനുള്ള സാധ്യത 1/3 എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്? പച്ച മുത്തിന്റെ എണ്ണം എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ് ഇഫ് 5 more blue beads are put in the box? ഈ പെട്ടിയിൽ 5 നീലമുത്തുകൾ കൂടി ഇട്ടാൽ ഈ പെട്ടിയിൽ നിന്നും പച്ച മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? അപ്പൊ മക്കളെ ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു മൊത്തം 27 മുത്തുകളാണുള്ളത്. എത്രണ്ണം? 27 റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. ഓക്കെ, 1/3 ആണ് എന്ത് കിട്ടാനുള്ളത്? ഗ്രീന് കിട്ടാനുള്ള സാധ്യത. നമ്മളൊരു ഇത് പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റിയുടെ സമ്മ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അപ്പൊ 1/3 ആണ് നമ്മളുടെ പ്രോബബിലിറ്റി. ഡിനോമിനേറ്റർ ടോട്ടൽ എത്രയാണ്? 3 ആണ്. ഇത് റെഡ്യൂസ് ചെയ്ത സാധനമാണ് കേട്ടോ, അതെന്തോ ആയിക്കോട്ടെ. 3 ആണ്, മുകളിൽ 1 ആണ്. 3/3 ആണ് 1 വരിക. ഓക്കെ, 3/3 ഈക്വൽ ടു ആണ് 1 വരിക. സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇവിടെ 1/3 ആണ്. അത് 3/3 ആവാൻ ഇനി എത്ര വേണം? ഒരു 2 കൂടിയും പോരെ അല്ലെ? 1/3 പ്ലസ് 2/3 ആണ് 3/3 വരിക. അപ്പോ ഗ്രീന് കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? 2/3. മനസ്സിലായില്ലേ? ഡിനോമിനേറ്റർക്ക് നോക്കുക, 3 ആണ്, ന്യൂമറേറ്ററിൽ 1 ആണ്. അപ്പൊ 3/3 വരണം. അതിന് ന്യൂമറേറ്റർക്ക് ഇനി എത്ര വേണം? 2 കൂടിയും വേണം. ഇനി അടുത്ത ചോദ്യം, എത്ര ഗ്രീൻ ഉണ്ട് എന്നാണ് ചോദ്യം. ടോട്ടൽ 27 നമ്പറാണ്. അതിൽ ഗ്രീന് കിട്ടാനുള്ള സാധ്യത 1/3 ആണ്. നമ്മളുടെ ഇക്വേഷൻ പ്രകാരം പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം, അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത എന്നാണ്. അപ്പൊ ഇവിടുത്തെ ആകെ 3 ഇത് റെഡ്യൂസ് ചെയ്ത ഫോമാണ്. ഈ 3നെ നമ്മൾ എന്താക്കണം? 27 ആക്കണം. 3നെ എങ്ങനെ 27 ആക്കുക? 3 × 9 ചെയ്താൽ മതി. അപ്പൊ താഴെ മാത്രം ചെയ്താൽ മതിയോ? അല്ല, മുകളിലും ചെയ്യണം. ഓക്കെ, അപ്പൊ 1 × 9 3 × 9, അപ്പൊ 9/27 കിട്ടും. അപ്പോ എത്ര ഗ്രീൻ ഉണ്ട്? പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ അല്ലേ? 9 ഗ്രീൻ ഉണ്ട്. എത്ര ഗ്രീൻ ഉണ്ട്? 9 ഗ്രീൻ ഉണ്ട്. ഓക്കെ, ഗ്രീനിന്റെ എണ്ണം എത്രയാ? 9. അടുത്ത ചോദ്യം 9 കേട്ടോ. നോക്കിയാ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ് ഫ്രം 5 more blue എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 5 more blue എന്നാണ്. ഗ്രീനിന്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ ഗ്രീനിന്റെ എണ്ണം 9 തന്നെയാണ്. അതുകൊണ്ടാണ് 9 എന്ന് വന്നത്. ഇനി ഇവിടെ 5 more blue എന്നാണ് പറഞ്ഞത്. അപ്പൊ ടോട്ടൽ 27 ആയിരുന്നു. അതിലേക്ക് ഒരു 5 എണ്ണം കൂടിയും കൂടിയിട്ട് 32 ആവും. കാരണം എന്താ? 27 പന്തുള്ളതിലേക്ക് ഒരു 5 ബ്ലൂവും കൂടിയും ചേർത്തപ്പോൾ ടോട്ടൽ എത്രയായി? 32 ആയി. അപ്പോഴും ഗ്രീന് കിട്ടാനുള്ള എണ്ണം എന്ന് പറയുന്നത് ഗ്രീനിന്റെ എണ്ണം തന്നെ അല്ലേ? അപ്പൊ 9/32. ഗ്രീൻ 9 ആണ്. ടോട്ടലിന്റെ എണ്ണം മാറും. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് there are 30 are boys, in another class 50 students, 20 are girls. If one student is to be selected from each class, 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 30 ആൺകുട്ടികളുണ്ട്, 50 കുട്ടികളുള്ള മറ്റൊരു ക്ലാസ്സിൽ 20 പെൺകുട്ടികളുണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം എടുത്താൽ ഹൗ മെനി പെയർസ് ആർ പോസിബിൾ? എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരാനുള്ള സാധ്യത. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ? അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഹൗ മെനി പെയേഴ്സ് എന്നാണ്. ഒരു ക്ലാസ്സിൽ 60 കുട്ടികളും മറ്റേ ക്ലാസ്സിൽ 50 കുട്ടികളാണ്. അത് രണ്ടും ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 60 കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? 60 കുട്ടികളുണ്ട്. ഈ 60 കുട്ടികൾക്ക് ഇവിടെ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. അപ്പൊ 60 × 50, അങ്ങനെയാണ് ഇവിടെ 3000 കിട്ടിയത്. ഫസ്റ്റത്തെ ക്ലാസ്സിൽ 60ഉം രണ്ടാമത്തെ ക്ലാസ്സിൽ 50ഉം ആണ്. അപ്പൊ 60 × 50, 6×5 30, 3000 പേരുണ്ടാവും. ഇനി അടുത്തത് ഒരു ബോയും ഒരു ഗേളും കിട്ടാനാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഇതാണ്. ഇവിടെ ബോയ്സിന്റെ എണ്ണം, ഇത് രണ്ടാമത്തെ ക്ലാസ് കേട്ടോ. ഇവിടെ എത്ര ബോയ്സ് ഉണ്ട്? 60, 30 ബോയ്സ് ആണ്. ഓക്കെ, അപ്പൊ എത്ര ഗേൾസ് ഉണ്ടാവും? 30 ഗേൾസ് ഉണ്ടാവും. കാരണം ടോട്ടൽ 60 അല്ലേ. ഇനി ഇവിടെ എത്ര ബോയ്സാ? 20 ഗേൾസ് ആണ്. അപ്പൊ ബാക്കി ബോയ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ 30, ഗേൾസിന്റെ എണ്ണം 20, അപ്പൊ 50 ആയില്ലേ.
ഓക്കെ, ഇനി ഒരു ബോയ് ഒരു ഗേൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് ബോയിനെ എടുക്കുമ്പോൾ ഇവിടുന്ന് ഗേളിനെ എടുക്കണം. അതാണ് 30 × 20 പ്ലസ് ഇനി ഇവിടുന്ന് ഗേൾ എടുക്കുമ്പോൾ ഇവിടുന്ന് ബോയിനെ എടുക്കണം. അതാണ് 30 × 30. 30 × 20 നമുക്ക് 600 കിട്ടും. 30 × 30 900. അത് രണ്ടും കൂട്ടുമ്പോൾ 1500/3000. ഇതിനെ ചെറുതാക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, 2 0 വെട്ടിക്കളയാം. അപ്പോൾ 15/30 വരും. അതിനെ ചെറുതാക്കുമ്പോൾ 15-ൽ 3 പ്രാവശ്യം 5, 30-ൽ 6 പ്രാവശ്യം ആകുമ്പോൾ 3/6. അതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ 1/2 എന്നൊക്കെ കിട്ടും. അല്ലെങ്കിൽ 1500-ന്റെ ഇപ്പോൾ ഇരട്ടിയല്ല 3000, അങ്ങനെ ചെയ്താട്ടോ 1/2. ഇല്ലാന്നുണ്ടെങ്കിൽ 1500/3000. ഓക്കെ ആണല്ലോ. ഒരു ബോയ് ഒരു ഗേൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോയ് ഇവിടുന്ന് ബോയിനെ എടുക്കുമ്പോൾ ഇവിടുന്ന് ഗേളിനെ എടുക്കണം, ഇവിടുന്ന് ഗേളിനെ എടുക്കുമ്പോൾ ഇവിടുന്ന് ബോയിനെ, എന്നിട്ട് അത് രണ്ടും കൂട്ടിയാൽ മതി. ഓക്കെ, 15/30 അല്ലെങ്കിൽ 1/2. അടുത്ത് രണ്ടും ബോയ്സ് വരാനുള്ള സാധ്യത. ഓക്കെ, രണ്ടും ബോയ്സ് വരാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ എത്ര ബോയ്സാ? ഒരിടത്ത് എത്ര ബോയ്സാ? 30 ബോയ്സ്, ഗേൾസും 30. അപ്പോൾ 60. ഞാൻ മേലേക്ക് ചെയ്തിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ ഗേൾസ് എത്രയാ? 20. അപ്പോൾ ബോയ്സ് എത്രയായിരിക്കും? 30. ഓക്കെ, ഇനി രണ്ടും ബോയ് വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബോയ് എത്രയാ? ഫസ്റ്റ് ക്ലാസ്സിൽ 30. ഇവിടെ ബോയ് എത്രയാ? 30. അപ്പോൾ 30 × 30. ഓക്കെ, രണ്ടും ബോയ് ആണല്ലോ. 30 × 30 900/3000. ഓക്കെ, അതിനെ ചെറുതാക്കുമ്പോൾ 9/30 കിട്ടും. 2 0 വെട്ടിയിട്ട്. അടുത്തത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 boy 1 girl? സി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ബോയ്സ് ആണല്ലേ. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 girl? ഒരെണ്ണമെങ്കിലും പെൺകുട്ടി കിട്ടണമെന്ന് പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ 1/900/3000 എന്ന് പറഞ്ഞത് കേട്ടോ? അതായത് ഒരെണ്ണമെങ്കിലും പെൺകുട്ടി ആവണം എന്നാണ് പറഞ്ഞത്. 3 രീതിയിലേ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ രണ്ടും ബോയ്സ് ആവണത്, ഇല്ലെങ്കിലോ രണ്ടും ഗേൾ ആവണത്, ഇല്ലെങ്കിലോ ഒരു ബോയും ഒരു ഗേളും. ഈ 3 രീതിയിലല്ലേ നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ രീതി ഉണ്ടോ? ഇല്ല. അതിൽ നോക്കിയേ, അറ്റ്ലീസ്റ്റ് 1 girl, ഒരെണ്ണമെങ്കിലും ഗേൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഗേളായ കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് രണ്ടും കൂടി ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഓൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ 1-ൽ നിന്നും ആര് പോയാൽ മതി? രണ്ടും ബോയ് വരുന്നത് എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. അപ്പോൾ നമുക്ക് മറ്റേ കിട്ടും. കാരണം ഇത് 3ഉം കൂട്ടുമ്പോൾ 1 ആണ് കിട്ടേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ടാണ് 1 - 900/1000. ഇല്ലെങ്കിൽ ഇത് എങ്ങനെ കാണണമെന്നറിയോ? 1 boy 1 girl നമുക്ക് കിട്ടിയിട്ടുണ്ട് 1500/3000. ഇനി രണ്ടും ഗേൾ വരുന്നത് കാണുക. രണ്ടും ഗേൾ വരുന്നത് ഇവിടെയും ഗേള് ഇവിടെയും ഗേള്. ഓക്കെ, 30 × 20 ഒരു 3 3 23 6 600 വരും. എത്ര വരും? 600/3000 വരും. എന്നിട്ട് ഈ 1500ക്ക് 600 കൂട്ടിയാലും മതി. അപ്പോൾ എത്ര വരിക? 2100/3000. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യാം? ഇവിടെ ഒരു ബോയ് ഒരു ഗേളും വരുന്നതുണ്ട്. ഇനി 2 ഗേൾ വരുന്നത് കണ്ടുപിടിക്കുക. 30 × 20 600 ആണ്. അപ്പോൾ 1500ക്ക് 600 കൂട്ടിയാൽ 2100. ഇത് മൈനസ് ചെയ്താൽ അങ്ങനെ തന്നെ കിട്ടുക. ഓക്കെ, നോക്കിക്കോ. 3000 - 900, 3900 പോകണം. എത്ര കിട്ടും? 2100 കിട്ടും. 3000 നിന്ന് 900 പോയാൽ 2100 കിട്ടും. കണ്ടോ? 2100/3000. അതിനല്ലേ നേരത്തെ നമ്മളും പറഞ്ഞ 1500ക്ക് 600 കൂട്ടിയാൽ 2100/3000. ഓക്കെ, ഇതിനെ ചെറുതാക്കുമ്പോൾ 21/30 എന്നിട്ട് 2 0 അല്ലേ? ഓക്കെ, കേട്ടോ, 21/30. ഇത്രയും ചോദ്യങ്ങളാണ് 2023 ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, 10ാം ക്ലാസ്സിൽ എക്സാം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് കീപ് ഗോയിങ്. ഓക്കെ, താങ്ക് യു. സീ യു സൂൺ.